എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള മഷ്റൂം ബിരിയാണി അല്ലാന്നുണ്ടെങ്കിൽ കൂൺ ബിരിയാണി എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതൊരു വെജിറ്റേറിയൻ ബിരിയാണിയാണ്. നോൺ വെജ് കഴിക്കാത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു സൂപ്പർ ബിരിയാണിയാണ്. അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻസിനും ട്രൈ ചെയ്യാം. നല്ലൊരു നോൺ വെജ് ബിരിയാണിയുടെ ടേസ്റ്റ് തരുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് 250 ഗ്രാം മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പ് മഷ്റൂം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ബിരിയാണിയിലേക്ക് എടുക്കാം. നമ്മളിവിടെ ഓയിസ്റ്റർ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. ബട്ടൺ മഷ്റൂമും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഏത് ടൈപ്പായാലും കുഴപ്പമില്ല. അപ്പോൾ വലിയ പീസുകളായിട്ടാണ് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുക. ആദ്യം തന്നെ നമ്മളിതൊന്ന് മസാല പുരട്ടിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറവായാലും കുഴപ്പമില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കോൺഫ്ലവർ ആണ്. നമ്മൾ ഈ മസാല പുരട്ടിയ മഷ്റൂം ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. കോൺഫ്ലവർ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ മൊത്തത്തിലൊരു 3-4 ടീസ്പൂൺ ചേർക്കേണ്ടി വരും. ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ഓരോ സ്ഥലത്തെ ഉപ്പിൻ്റെ ലെവൽ വ്യത്യാസപ്പെട്ടിരിക്കും. ഞാനതാണ് കറക്റ്റായിട്ട് ഉപ്പിൻ്റെ മെഷർമെൻറ്റ് പറയാത്തത്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് നോക്കിയിട്ട് ആദ്യം കുറച്ച് ചേർക്കുക, പിന്നെ വേണമെങ്കിൽ ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ മൊത്തത്തിൽ നമുക്കിതിലേക്ക് വേണം. ഒരുപാട് മസാല ആയാൽ മസാലയുടെ കുത്ത് വരും. അതുകൊണ്ട് നമ്മൾ എല്ലാം മിനിമം എമൗണ്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് ആക്കുക. ഇനി നമുക്ക് മഷ്റൂം ഇതിൽ ഒന്ന് പുരട്ടി വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഈ പുരട്ടി വെച്ചിരിക്കുന്ന മഷ്റൂം നമ്മൾ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈയോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈയോ ചെയ്തെടുക്കാവുന്നതാണ്. തീ നന്നായിട്ട് കൂട്ടിയിട്ട് തന്നെ ഫ്രൈ ചെയ്യുക. മഷ്റൂമിൽ കുറച്ച് വെള്ളം ഉണ്ടാകും, അതുകൊണ്ട് കുറച്ചധികം സമയം എടുക്കുന്നൊന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട്. എന്നാൽ ഒരുപാടങ്ങ് ക്രിസ്പി ആകത്തുമില്ല. അപ്പോൾ ഫ്രൈ ചെയ്ത മഷ്റൂം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ മഷ്റൂമൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കാം. ഒരു വലിയൊരു പാത്രം ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെയാണ് മസാലയൊക്കെ വഴറ്റുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞാണ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വഴണ്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ 3 ഗ്രീൻ ചില്ലി, അതായത് പച്ചമുളക് ഒന്ന് കീറിയിട്ടാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. കറിവേപ്പില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. അപ്പോൾ നമ്മളിവിടെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും 3-4 അല്ലി വലിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും. പെരിഞ്ജീരകം എന്ന് പറയുന്നത് വലിയ ജീരകമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല കുറച്ച് മതി. മുളക് പൊടി നമ്മളിപ്പോൾ ഇതിൽ ചേർക്കില്ല, നമ്മൾ മസാലയിൽ ചേർത്തിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു വലിയ തക്കാളിയാണ് ചേർക്കുന്നത്. ഒരുപാട് പുളിയുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ പകുതി ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അധികം പുളിയില്ലാത്തതാണ്, അതുകൊണ്ട് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളി നമ്മളിതിലേക്ക് ചേർത്തിട്ട് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ആ തക്കാളി ഒന്ന് ഉടഞ്ഞു വരണം. അപ്പോൾ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തൈരാണ്. നല്ല കട്ട തൈരാണ്, ഒരുപാടങ്ങ് പുളിയില്ലാത്തതാണ്. 3 ടീസ്പൂൺ വരെ തൈര് നമുക്കിതിലേക്ക് ചേർക്കാം. തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ തൈരൊക്കെ ചേർത്ത് ഈ മസാല നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില പുതിനയില ചേർക്കാം. മല്ലിയിലും പുതിനയിലയും ഒരുപാടങ്ങ് കൂടിപ്പോരുത്, കൂടിയാലൊരു കുത്തൽ വരും. അപ്പോൾ മല്ലിയിലേക്കാട്ടിലും കുറവ് മതി പുതിനയില ഒരുപാട് കൂടരുത്, അപ്പോൾ ഒരു വേറൊരു ടേസ്റ്റായി പോകും. രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പുതിനയില ഞാൻ അരിയാതെ മുഴുവനെയാണ് ഇട്ടിരിക്കുന്നത്.
ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു കുഴമ്പ് പോലെ ആക്കി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ വെള്ളം ചേർക്കാതെയാണ് ഇത് എടുക്കുന്നത്. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം നമ്മൾ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 3 ഏലക്ക, ഒരു കറുവാപ്പട്ട, ഒരു തക്കോലം, അതുപോലെ 2 ഗ്രാമ്പൂ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. വെള്ളത്തിൽ നന്നായിട്ട് ഉപ്പ് വേണമെങ്കിൽ മാത്രമേ ചോറിൽ ഉപ്പ് പിടിക്കുള്ളൂ. ഒരു പച്ചമുളക് മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില. നമ്മൾ റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ ഈ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്യുമ്പോഴാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ക്യാരറ്റും നീളത്തിലരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ്, അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ വേണമെങ്കിൽ ചേർക്കാം. നമ്മളിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്, ബാസ്മതി അരിയാണ്. അപ്പോൾ ഇത് 30 മിനിറ്റ് നേരം നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനി ഒരു 90% വേവാവുന്നവരെ നമുക്കിതിലൊന്ന് തിളപ്പിച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടാണ് നമ്മൾ ദമ്മ് ചെയ്യുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഈ അരി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അരി ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്, കുറച്ച് വേവാനം ഉണ്ടായിരിക്കണം. അതായത് 90% നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമ്മളിത് ദം ചെയ്യുമ്പോൾ അതിലിരുന്ന് വെന്തോളൂ. റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി വെള്ളം ഊറ്റിയിട്ട് നമുക്കിനി ദം ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മസാലയൊക്കെ നല്ല റെഡി ആയിട്ട് ചൂടോടുകൂടി തന്നെ ഇരിപ്പുണ്ട്. നല്ല ചൂടോടുള്ള ചോറ് ഇതിന് മുകളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഒരുപാട് അളവിലുള്ളത് അല്ലാത്തത് കൊണ്ട് നമുക്ക് ലെയറൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അതുകൊണ്ട് ഇതിന് മുകളിലായിട്ട് റൈസ് ഒന്ന് നിരത്തി കൊടുക്കാം. അരി ഇതിന് മുകളിലായിട്ട് നിരത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് മുകളിൽ സാധാരണ നമ്മൾ ബിരിയാണിക്ക് ചെയ്യുന്ന പോലെ തന്നെ മല്ലിയില, പുതിനയില, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തന്നെ വറുത്ത ഉള്ളി, പിന്നെ കുറച്ച് ഗരം മസാല, നെയ്യ്, പിന്നെ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയത് അല്ലെങ്കിൽ കുങ്കുമപ്പൂ കലക്കിയത് ഒഴിച്ചിട്ട് അടച്ചു വെച്ച് നമുക്കിതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ചെറു തീയിലിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. ഇതുപോലെ ഹോള് എന്തെങ്കിലും അടപ്പിലുണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്തിട്ട് എന്തെങ്കിലും ഭാരമുള്ളൊരു സാധനം എടുത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടും തന്നെ ആവി വെളിയിൽ പോകാത്ത രീതിയിൽ 15 മുതൽ 20 മിനിറ്റ് വരെ എടുത്ത് ഒന്ന് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഇതൊരു വെജ് ബിരിയാണിയാണെന്ന് കഴിച്ചാൽ പറയില്ല, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. നമ്മളിതിൽ എക്സ്ട്രാ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മഷ്റൂം മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി ഫ്രൈ ചെയ്തിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഷ്റൂം ഡയറക്റ്റായിട്ട് മസാലയിലിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുൻപ് ഒരു വെജ് ബിരിയാണി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. ഒരുപാട് ടൈപ്പ് ബിരിയാണികൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്